നമ്മുടെ മൊബൈൽ ഡാറ്റയെല്ലാം തന്നെ വളരെ പെട്ടെന്നെല്ലാം തീർന്നു പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്ങുകളെ കുറിച്ചാണ് പറയുന്നത്. മൊബൈൽ ഡാറ്റയെല്ലാം കുറവുള്ളവർക്ക് അല്ലെങ്കിൽ വൈഫൈ ഒന്നും യൂസ് ചെയ്യാത്തവർക്കെല്ലാം ഈ ഒരു സെറ്റിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയെല്ലാം തന്നെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ജനറൽ എന്ന ഓപ്ഷനിലാണ് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി എല്ലാം കുറച്ച് സേവ് ചെയ്യണമെങ്കിൽ ഇതിനൊരു ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പിയറൻസ് എന്നതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് തീം അതുപോലെ ഡാർക്ക് തീം എല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ഡാർക്ക് തീം എല്ലാം യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ബാറ്ററിക്കെല്ലാം തന്നെ ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡാറ്റയെല്ലാം സേവ് ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സിൽ ജനറലിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്ലേ ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാം ഓട്ടോമാറ്റിക്കായി പ്ലേ ആകുന്നതെല്ലാം കാണാം. നമ്മൾ ഏത് വീഡിയോ ആണ് പ്ലേ ചെയ്യേണ്ടത് എന്ന് നോക്കുന്നതിന് വേണ്ടി മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴേക്കും അതെല്ലാം പ്ലേ ആകുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡാറ്റയെല്ലാം തന്നെ മിസ്സാകുന്നുണ്ട്. അതിനാൽ തന്നെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇത് ഓൾവേസ് ഓൺ എന്നത് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ എല്ലാം ഉള്ളവരാണെങ്കിൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാതെ വൈഫൈ എല്ലാം ഉള്ള സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് മാത്രമായി ആ ഒരു ഓപ്ഷൻ എല്ലാം പ്ലേ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിനായി നിങ്ങൾക്ക് വൈഫൈ ഓൺലി എന്ന് സെറ്റ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഇത് ഓഫ് എന്ന് കൊടുക്കാം. ഇനി നമുക്കിത് ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ആൻഡ് ഓഡിയോ പ്രിഫറൻസസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഈ ഒരു ക്വാളിറ്റി എന്നത് ഇത് നമ്മളിപ്പോൾ ഹൈ പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓട്ടോ എല്ലാമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഡാറ്റയെല്ലാം തന്നെ പോകുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ ഡാറ്റ സേവർ എന്ന് വന്നിരിക്കുന്നത് കാണാം. അതായത് നിങ്ങളുടെ ഡാറ്റയെല്ലാം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ഡാറ്റ സേവർ എല്ലാം കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലേ ബാക്ക് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്തരത്തിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി മറ്റൊരു വീഡിയോയിലേക്ക് പോവുകയും അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും ഒരു വീഡിയോ കഴിഞ്ഞ് നിങ്ങൾ പ്ലേ എല്ലാം ആകുന്നത്. ചിലപ്പോൾ നമ്മൾ മറ്റ് എന്തെങ്കിലും തിരക്കിലെല്ലാം ആണെങ്കിൽ ഈ മൊബൈലിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ എല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ഓട്ടോമാറ്റിക്കായി വരാതിരിക്കാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. അതിലൂടെയും നിങ്ങൾക്ക് ഡാറ്റ എല്ലാം തന്നെ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഇതിനു താഴെയായി നിങ്ങൾക്ക് ക്യാപ്ഷൻസ് എന്നതിന് താഴെയായി ഡാറ്റ സേവിംഗ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് സെറ്റിംഗ് എല്ലാം കാണാൻ സാധിക്കുക. മൊബൈൽ ഡാറ്റയെല്ലാം കുറവുള്ളവർ ഈ ഒരു ഡാറ്റ സേവിംഗ് മോഡ് ഏറ്റവും ടോപ്പിൽ ഇവിടെ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതായത് റെഡ്യൂസ്ഡ് വീഡിയോ ക്വാളിറ്റി, റെഡ്യൂസ്ഡ് ഡൗൺലോഡ് ക്വാളിറ്റി, ഇങ്ങനെ ചില ക്വാളിറ്റിയിൽ ചെറിയ കോംപ്രമൈസ് എല്ലാം വരുത്തിയാണ് ഇത്തരത്തിൽ ഈ ഡാറ്റയെല്ലാം തന്നെ സേവ് ചെയ്യാനെല്ലാം സാധിക്കുന്നത്. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഡാറ്റയെല്ലാം കുറവുള്ളവർക്ക് ഈ ഒരു ഡാറ്റ സേവിംഗ് മോഡിലെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇനി ഇതിൽ ഏതെങ്കിലും ഇൻഡിവിജ്വലായി ഏതെങ്കിലും ഓപ്ഷനെല്ലാം ഇപ്പോൾ ഡൗൺലോഡിങ് ക്വാളിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിലെല്ലാം വേണമെങ്കിൽ ഈ ഡാറ്റ സേവിങ്ങിൽ തന്നെ ഈ ഒരു സെറ്റിംഗ് മാത്രമായി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ സിംഗിളായി നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ മാത്രമായി എനേബിൾ ചെയ്ത് വെക്കാനും ഡിസേബിൾ ചെയ്ത് വെക്കാനും സാധിക്കും. തീർച്ചയായും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് നോക്കുക. ഡാറ്റയെല്ലാം കുറവുള്ളവർക്ക് അവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.